Hey friends, welcome to my today's class chapter 1 ICD-10 coding guidelines for human immunodeficiency virus. ഇതിലെ കോഡ് റേഞ്ച് വരുന്നത് A002 to B99 ആണ്. നമുക്ക് ഗൈഡ്ലൈൻസ് എന്താണെന്ന് നോക്കാം. ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ് അതിന്റെ കോഡ് വരുന്നത് B20 ആണ്. First one, code only confirmed cases. Code only confirmed cases means provider നമ്മുടെ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഡോക്യുമെന്റേഷനിൽ HIV ഡിസീസ് കൺഫേംഡ് ആണെന്ന് പറഞ്ഞാൽ മാത്രമേ കോഡ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് code only confirmed cases. There is an exception to the hospital inpatient guideline. Hospital inpatient guideline ഒരു exception ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ in hospital inpatient setting confirmation does not require documentation of positive serology or culture for HIV. Hospital inpatient setting confirmation എന്നൊരു word നമുക്ക് ആവശ്യമില്ല. മറിച്ച് ഡോക്യുമെന്റേഷൻ ഓഫ് പോസിറ്റീവ് സെറോളജി ചെയ്തിട്ടുണ്ട് അല്ലെ കൾച്ചർ ഫോർ HIV ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ദ പ്രൊവൈഡേഴ്സ് ഡയഗ്നോസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് പേഷ്യന്റ് ഈസ് HIV പോസിറ്റീവ് ഓർ ഹാസ് ആൻ HIV റിലേറ്റഡ് ഇൽനെസ് ഈസ് സഫീഷ്യന്റ്. പ്രൊവൈഡർ ഡോക്യുമെന്റ് ചെയ്തേക്കുവാണ് പേഷ്യന്റ് HIV പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ HIV റിലേറ്റഡ് ഇൽനെസ് ഉണ്ടെങ്കിലും നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും HIV ഡിസീസ് അല്ലെങ്കിൽ B20 എന്ന് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, സെലക്ഷൻ ആൻഡ് സീക്വൻസിങ് ഓഫ് HIV കോഡ്സ്. ഇവിടെ നമ്മൾ ഏത് കോഡാണ് ആദ്യമേ കോഡ് ചെയ്യേണ്ടത്, അതാണ് സെലക്ഷൻ ആൻഡ് സീക്വൻസിങ് ഓഫ് HIV കോഡ്സ്. പേഷ്യന്റ് അഡ്മിറ്റഡ് ഫോർ HIV റിലേറ്റഡ് കണ്ടീഷൻ. ഇപ്പോൾ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തേക്കുന്നത് തന്നെ HIV റിലേറ്റഡ് കണ്ടീഷന് വേണ്ടിയാണെങ്കിൽ നമ്മൾ ഏതാണ് കോഡ് ചെയ്യേണ്ടത്, ആദ്യം ഏതാണ് കോഡ് ചെയ്യേണ്ടത് അതാണ് നോക്കുന്നത്. ഇഫ് എ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ് ഫോർ ആൻ HIV റിലേറ്റഡ് കണ്ടീഷൻ ദ പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് ഷുഡ് ബി B20. ഈ പേഷ്യന്റ് HIV റിലേറ്റഡ് കണ്ടീഷന് വേണ്ടിയാണ് അഡ്മിറ്റ് എങ്കിൽ നമുക്ക് B20 ഫസ്റ്റ് കോഡായിട്ട് കോഡ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ guideline. B20 must be first code. Next, human immunodeficiency virus followed by additional diagnosis codes for all reported HIV related condition. അത് കഴിഞ്ഞ് B20 കഴിഞ്ഞ് നമ്മൾ കോഡ് ചെയ്യേണ്ടത് ആ പേഷ്യന്റിന്റെ റെക്കോർഡ്സിൽ റിപ്പോർട്ട് ചെയ്തേക്കുന്ന എല്ലാ HIV റിലേറ്റഡ് കണ്ടീഷനും നമുക്ക് കോഡ് ചെയ്യാം. അതാണ് ഫസ്റ്റ് B20. നെക്സ്റ്റ്, റിപ്പോർട്ടഡ് HIV റിലേറ്റഡ് കണ്ടീഷൻ. ഇതാണ് പേഷ്യന്റ് അഡ്മിറ്റഡ് ഫോർ HIV റിലേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ കോഡ് ചെയ്യേണ്ട സീക്വൻസിങ്. നെക്സ്റ്റ്, an exception to this guideline is if the reason for admission is hemolytic uremic syndrome associated with the HIV disease. അതായത് പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തേക്കുന്നത് ഹീമോലൈറ്റിക് യൂറമിക് സിൻഡ്രോം ആണ്. അത് അസോസിയേറ്റ് ചെയ്തേക്കുന്ന ഡിസീസ് HIV ആണ്. HIV ഡിസീസ് കാരണം നമുക്ക് ഹീമോലൈറ്റിക് യൂറമിക് ഡിസീസ് സിൻഡ്രോം ഉണ്ടെങ്കിൽ നമ്മൾ കോഡ് ചെയ്യേണ്ട ഡിസീസ് കണ്ടീഷൻ ആദ്യം കോഡ് ചെയ്യേണ്ട കോഡ് D59.31 ആയിരിക്കും. അതായത് ഹീമോലൈറ്റിക് യൂറമിക് സിൻഡ്രോം അതാണ് D59.31 ഇൻഫെക്ഷൻ അസോസിയേറ്റഡ് സിൻഡ്രോം ഫോളോഡ് ബൈ കോഡ് B20. അത് കഴിഞ്ഞാണ് B20 കോഡ് ചെയ്യേണ്ടത്. D59.31 ഫോളോഡ് ബൈ B20 ഇൻ ദ കേസ് ഓഫ് ഈ ഡിസീസ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം. നെക്സ്റ്റ്, പേഷ്യന്റ് വിത്ത് HIV ഡിസീസ് അഡ്മിറ്റഡ് ഫോർ അൺറിലേറ്റഡ് കണ്ടീഷൻ. പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തേക്കുന്ന HIV റിലേറ്റഡ് അൺറിലേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് കോഡ് ചെയ്യും? ഇഫ് എ പേഷ്യന്റ് വിത്ത് HIV ഡിസീസ് ഈസ് അഡ്മിറ്റഡ് ഫോർ ആൻ അൺറിലേറ്റഡ് കണ്ടീഷൻ. ഒരു പേഷ്യന്റിന് HIV ഡിസീസ് ഉണ്ട്, പക്ഷെ ആ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തേക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു അൺറിലേറ്റഡ് കണ്ടീഷൻ ആണ്. എക്സാമ്പിൾ, ട്രോമാറ്റിക് ഇഞ്ചുറി. ആ ഒരു HIV പേഷ്യന്റിന് ട്രോമാറ്റിക് ഇഞ്ചുറി ഉള്ളപ്പോൾ ആ പേഷ്യന്റ് അഡ്മിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് കോഡ് ചെയ്യേണ്ടത്? ദ കോഡ് ഫോർ അൺറിലേറ്റഡ് കണ്ടീഷൻ. ആ അൺറിലേറ്റഡ് കണ്ടീഷൻ ആണ് നമ്മൾ ആദ്യമേ കോഡ് ചെയ്യേണ്ടത്. ദ നേച്ചർ ഫോർ ഇഞ്ചുറി ഷുഡ് ബി
the principal diagnosis. Other diagnosis would be B20 followed by HIV related condition. നമ്മൾ ഒരു HIV പേഷ്യൻ്റ് ഇഞ്ചുറി ആയി ആ പേഷ്യൻ്റ് ആ ടൈമിൽ നമുക്ക് കോഡ് ചെയ്യേണ്ട സീക്വൻസിങ് എന്താണെന്ന് വെച്ചാൽ ആ ഇഞ്ചുറി കോഡ് ഫസ്റ്റ് കോഡ് ചെയ്യും. അത് കഴിഞ്ഞ് പേഷ്യൻറ്റിൻ്റെ HIV ഡിസീസ് കോഡ് ചെയ്യും B20. നെക്സ്റ്റ് എന്തെങ്കിലും HIV റിലേറ്റഡ് കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് HIV റിലേറ്റഡ് കണ്ടീഷനും കോഡ് ചെയ്യാം. ഇതാണ് പേഷ്യൻ്റ് അഡ്മിറ്റഡ് വിത്ത് അൺറിലേറ്റഡ് കണ്ടീഷൻ. Next, asymptomatic human immunodeficiency virus. Asymptomatic means asymptomatic means symptomatic അല്ല, അതാണ് asymptomatic. HIV സിംറ്റമാറ്റിക് അല്ല, അതാണ് asymptomatic. അതിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ Z21 ആണ്. ഇത് എപ്പോഴാണ് Z21 എപ്പോഴാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്? അതിനൊരു ഗൈഡ് ലൈൻ ഉണ്ട്. ഇഫ് ദ പേഷ്യന്റ് വിത്തൗട്ട് എനി ഡോക്യുമെന്റേഷൻ ഓഫ് സിംറ്റം ഈസ് ലിസ്റ്റഡ് ആസ് ബീയിങ് HIV പോസിറ്റീവ്, നോൺ HIV ടെസ്റ്റ് പോസിറ്റീവ്. അതായത് ആ പേഷ്യൻറ്റിന് കൺഫേം, അതായത് HIV ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷെ ഡോക്യുമെന്റേഷനിൽ പേഷ്യൻറ്റിൻ്റെ റിപ്പോർട്ടിൽ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് HIV പോസിറ്റീവ്, നോൺ HIV ടെസ്റ്റ് പോസിറ്റീവ്, ഇങ്ങനെയൊക്കെ അവിടെ ഒരു പ്രൊവൈഡർ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് Z21 കോഡ് ചെയ്യാൻ പറ്റും. ആ ടൈമിൽ മാത്രമേ കോഡ് ചെയ്യാവുള്ളൂ. വെൻ കനോട്ട് ബി കോഡഡ് Z21. എപ്പോഴാണ് നമുക്ക് കോഡ് ചെയ്യാൻ പാടില്ലാത്തത്? ഇഫ് ദ ടേം എയ്ഡ്സ് or HIV disease എന്നോ AIDS എന്നോ പ്രൊവൈഡ് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് Z21 കോഡ് ചെയ്യാൻ പാടില്ല. B20 ആണ് ആ ടൈമിൽ കോഡ് ചെയ്യേണ്ടത്. B20 എന്ന് വെച്ചാൽ HIV ഡിസീസിന്റെ കോഡാണ് കോഡ് ചെയ്യേണ്ടത്. ഇഫ് ദ പേഷ്യന്റ് ഈസ് ട്രീറ്റഡ് ഫോർ എനി HIV റിലേറ്റഡ് ഇൽനെസ്. ഇത് എപ്പോഴൊക്കെ? പിന്നെ പേഷ്യന്റ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പേഷ്യൻറ്റിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, HIV റിലേറ്റഡ് ഇൽനെസ്സിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് Z21 കോഡ് ചെയ്യാൻ പാടില്ല. ആ ടൈമിലും B20 കോഡ് ചെയ്യാവുള്ളൂ. ഇഫ് documentation described as having any condition resulting from his or her HIV positive status. അതായത് ആ പേഷ്യൻറ്റിന് എനി കണ്ടീഷൻ വന്നേക്കുന്നത് HIV പോസിറ്റീവിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ HIV പേഷ്യൻറ്റിൻ്റെ HIV ഉള്ളത് മൂലമാണ് ആ പേഷ്യൻറ്റിന് ആ കണ്ടീഷൻ വന്നേക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡർ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് Z21 കോഡ് ചെയ്യാൻ പാടില്ല, B20 കോഡ് ചെയ്യാവുള്ളൂ. അതാണ് ഇതിൻ്റെ എസിംപ്റ്റമാറ്റിക് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസിൻ്റെ ഗൈഡ് ലൈൻ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാലൻസ് ഉണ്ടായിരിക്കും. ഫ്രണ്ട്സ് എല്ലാവരും ഫോളോ ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.